എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ പൊന്മുടിയിലേക്ക് ഒരു യാത്ര പോകുന്നു. സ്കൂൾ ടീച്ചർമാർക്ക് സെൻസസ് സംബന്ധമായിട്ട് വീടുകൾ സന്ദർശിക്കുവാനുള്ളതിനാൽ ഇന്ന് സ്കൂൾ അവധിയാണ്. അതുകൊണ്ട് രാവിലെ 9 മണിയോടുകൂടി ഞങ്ങൾ യാത്ര പുറപ്പെട്ടു. ആറ്റിങ്ങൽ നിന്ന് വെഞ്ഞാറമൂട് വഴിയാണ് വിതുരയിലേക്ക് പോകുന്നത്. നല്ല മഴയാണ്. അതുകൊണ്ട് തന്നെ യാത്ര കൂടുതൽ ആസ്വാദ്യകരമാകുന്നുണ്ട്. പൊന്മുടി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, പ്രകൃതിയുടെ മടിത്തട്ടിൽ മനസ്സിനും ശരീരത്തിനും പുതുജീവൻ പകരുന്ന ഒരു അനുഭവമാണ്. കേരളത്തിൻ്റെ തെക്കൻ ഭാഗത്തെ ഏറ്റവും മനോഹരമായ ഹിൽ സ്റ്റേഷനുകളിൽ ഒന്നാണ് പൊന്മുടി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ മലനിരകൾ, പച്ചപുതച്ച കുന്നുകൾ, തണുത്ത കാലാവസ്ഥ, വളവുകൾ നിറഞ്ഞ മലമ്പാത, മൂടൽമഞ്ഞ് എന്നിവ കൊണ്ട് സഞ്ചാരികളുടെ മനസ്സ് കീഴടക്കുന്നു. വിതുരയിൽ എത്തിക്കഴിഞ്ഞ് മലകയറ്റം തുടങ്ങും. ഇടുങ്ങിയതും മനോഹരവുമായ നിരവധി ഹെയർപിൻ വളവുകൾ കടന്നാണ് പൊന്മുടിയിലേക്കുള്ള യാത്ര. ഓരോ വളവിലും മലനിരകളുടെയും താഴ്വാരങ്ങളുടെയും വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളെ ആകർഷിക്കും. മനസ്സ് നിറയുന്ന കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് പൊന്മുടി യാത്ര സമ്മാനിക്കുക. വിതുരയിൽ നിന്ന് ആദ്യം എത്തുന്നത് ഗോൾഡൻ വാലിയിലേക്കാണ്. ഇവിടെ ഫോറസ്റ്റിൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം. മുതിർന്നവർക്ക് 40 രൂപയും കുട്ടികൾക്ക് 20 രൂപയുമാണ് നിരക്ക്. വാഹനം പാർക്ക് ചെയ്യുന്നതിനും ഫീസ് ഈടാക്കും. പാറകൾക്കിടയിലൂടെ ഒഴുകി വരുന്ന തെളിഞ്ഞ വെള്ളം ഗോൾഡൻ വാലിയെ മനോഹരമാക്കുന്നു. ഒപ്പം കണ്ണിന് കുളിർമയേകുന്ന പ്രകൃതി ഭംഗിയും. ഇവിടെ വനം വകുപ്പിൻ്റെ ടീ സ്റ്റാളും അതിനോട് ചേർന്ന് ടോയ്ലറ്റ് ബാത്റൂം സൗകര്യവുമുണ്ട്. അവിടെ നിന്ന് ഓരോ ചായയും ചെറു പലഹാരങ്ങളും കഴിച്ച് പ്രകൃതി ഭംഗികൾ ആസ്വദിച്ചുകൊണ്ട് സാവധാനം ഞങ്ങൾ യാത്ര തുടർന്നു. അടുത്തത് മീൻമുട്ടി വെള്ളച്ചാട്ടത്തിലേക്കാണ് ഞങ്ങൾ എത്തിയത്. റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് ചെറിയൊരു ട്രക്കിങ്ങിലൂടെ ഇവിടേക്ക് എത്തിച്ചേരാം. നല്ല മഴയും നീരൊഴുക്കും കൂടുതലായതുകൊണ്ട് ഞങ്ങൾ അവിടേക്ക് പോകാതെ പശ്ചിമഘട്ട മലനിരകളിൽ പരന്നു കിടക്കുന്ന മലനിരകളിലൂടെ വിശാലമായ ദൃശ്യങ്ങൾ കാണുന്നതിനായി യാത്ര തുടർന്നു.
ഫോട്ടോ എടുക്കാനും വീഡിയോ ചിത്രീകരിക്കാനും അനുയോജ്യമായ മനോഹരമായ ഇടങ്ങളാണ് പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങളും പച്ചപ്പുൽമേടുകളും. ഈ മനോഹരമായ ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പൊന്മുടിയുടെ മലമുകളിൽ എത്തിച്ചേർന്നു. നല്ല മഴയുണ്ട്, ശക്തമായ കാറ്റും. 10 മീറ്റർ അപ്പുറത്തെ കാഴ്ചകൾ കാണാൻ സാധിക്കാത്ത വിധം ശക്തമായ മൂടൽമഞ്ഞ്. അതിങ്ങനെ കാറ്റിനോടൊപ്പം സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറഞ്ഞ ചിലവിൽ കുടുംബത്തോടൊപ്പം വൺ ഡേ ടൂർ ആഗ്രഹിക്കുന്നവർക്ക് പൊന്മുടിയിലേക്ക് എത്താവുന്നതാണ്. ചെറിയ ട്രക്കിങ്ങിലൂടെ കൂറ്റൻ പാറക്കെട്ടിലേക്ക് കയറാം, മലയടിവാരത്തിലേക്കിറങ്ങാം. ഭാഗ്യമുണ്ടെങ്കിൽ വരയാടുകളെയും കാണാം. ഇവിടെയുള്ള KTDCയുടെ ഹോട്ടലിൽ ഒരു ദിവസം താമസിക്കുകയാണെങ്കിൽ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാം. കാലാവസ്ഥ അനുകൂലമായിരിക്കണമെന്നു മാത്രം. പൊന്മുടിയിൽ ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെ സുഖകരമായ കാലാവസ്ഥയായിരിക്കും. മഴക്കാലമായ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അതിമനോഹരമായ പച്ചപ്പിൻ്റെ കാഴ്ചകൾ ലഭിക്കും. വഴുക്കലുള്ളതുകൊണ്ട് പാറക്കെട്ടുകളിൽ കയറുമ്പോൾ ശ്രദ്ധിക്കണം. മഴക്കാലത്ത് പോകുമ്പോൾ റെയിൻകോട്ട് കരുതുക. അതുപോലെ കുടിവെള്ളവും ലഘുഭക്ഷണവും കരുതിയാൽ ചിലവ് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മലമ്പാതയിൽ വാഹനമോടിക്കുമ്പോൾ വേഗത നിയന്ത്രിക്കുകയും ഹെയർപിൻ വളവുകളിൽ ശ്രദ്ധ പാലിക്കുകയും ചെയ്യണം. ഒരു തരത്തിലുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അവിടെയൊന്നും നിക്ഷേപിക്കാതിരിക്കുക. തിരക്കുകളിൽ നിന്ന് അകന്ന് മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിച്ച് തിരിച്ചിറങ്ങുമ്പോൾ പൊന്മുടിയിലെ തേയിലത്തോട്ടങ്ങളിൽ നിന്ന് ശേഖരിച്ച് സംസ്കരിച്ചെടുത്ത തേയില വഴിയോര കടകളിൽ വാങ്ങാൻ കിട്ടും. നല്ല കാട്ടുതേനും വിൽപ്പനയ്ക്കുണ്ട്. പൊന്മുടി ഒരു വിനോദസഞ്ചാര കേന്ദ്രം മാത്രമല്ല, കുടുംബസമേതം സന്ദർശിക്കാൻ അനുയോജ്യമായ ഒരിടം കൂടിയാണ്. പൊന്മുടിയിലെ മൂടൽമഞ്ഞും
ഗോൾഡൻ വാലിയും കല്ലാറും ചെറിയ വെള്ളച്ചാട്ടവും പച്ചപ്പും ഒക്കെ മനസ്സിന് അപൂർവമായ ശാന്തി നൽകും. ഇവിടെ ചിലവഴിച്ച ഒരു ദിവസം ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ യാത്രാനുഭവങ്ങളിലൊന്നായിരിക്കും തീർച്ച. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.